നമുക്ക് കണ്ണൂരിൽ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീണ പറഞ്ഞതുപോലെ നടപടി കുഞ്ഞികൃഷ്ണനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം നടപടിയെടുത്ത് മുഖം രക്ഷിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു നയം. CPM ജില്ലാ സെക്രട്ടറിയുടെ ഒക്കെ ഒരു പ്രതികരണം ഇന്നലെ കണ്ടിരുന്നു. ഇത് ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല, ഇതൊക്കെ സ്ഥിരം വാക്കുകളാണ്. വെച്ച് പൊറുപ്പിക്കില്ല, കുലം കുത്തി. അപ്പം കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ അതിന്റെ തീരുമാനമാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. നമുക്ക് മിഥുന് അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. മിഥുൻ, ഇതൊരു വലിയ പ്രതിസന്ധിയിലാണ് CPM. കാരണം ഈ CPM എന്ന് പറയുന്നത് അവരുടെ അന്തരിച്ച ജനറൽ സെക്രട്ടറി പറയുന്നത് പോലെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരളയാണ്. ഇന്ന് ഇതൊരു അഖിലേന്ത്യാ പാർട്ടിയൊന്നുമല്ല, അതൊരു വസ്തുതയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ആകെയുള്ളത് കേരളമാണ്. ആ കേരളത്തിലെ അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കണ്ണൂരാണ്. കണ്ണൂരിലാണ് പാർട്ടി ഗ്രാമങ്ങളുള്ളത്, പാർട്ടി ഉള്ളത്. ഇതാ കണ്ണൂരിലാണല്ലോ ഇപ്പോൾ ആകപ്പാടെ പ്രശ്നം CPM-നകത്ത്. ഇന്നിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നടപടി കുഞ്ഞികൃഷ്ണനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒക്കെ ചേരാൻ പോകുകയാണ്. പറയുന്നത് ഗൗതം, നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെയൊക്കെ വെച്ച് പൊറുപ്പിച്ച ചരിത്രം, അതായത് CPM-ന്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പറഞ്ഞതുപോലെ വെച്ച് പൊറുപ്പിച്ച ഒരു ചരിത്രം CPM-നെ സംബന്ധിച്ചില്ല. സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഈ ഫണ്ട് തട്ടിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട തുറന്നോ പറച്ചിലുമായി രംഗത്തെത്തിയ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള തീരുമാനം തന്നെയാണ് ഉണ്ടാവുക. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നൊരു തീരുമാനത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക. കാരണം പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം നടത്തിയത്. അതേസമയം ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിൽ പലതും ശരിയാണ് എന്നുള്ള വസ്തുത മുൻകാലങ്ങളിലെ പാർട്ടിയുടെ ഇടപെടൽ കൊണ്ട് തന്നെ വ്യക്തമാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ ആദ്യം ഈ വിവാദം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ അതിൽ ഉയർത്തിയതിൻ്റെ പേരിൽ കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് CPM ആദ്യം നടപടി സ്വീകരിച്ചത്. പക്ഷേ അന്ന് ഈ കുഞ്ഞികൃഷ്ണൻ ഇത് പുറത്ത് പറയുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ആളെ നേരെ പിടിച്ച് ജില്ലാ കമ്മിറ്റി അംഗമാക്കി അവരോധിക്കുകയാണ് CPM ചെയ്തത്. അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഇദ്ദേഹം ഈ പരാതികൾ പറയുകയും എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തൊരു സാഹചര്യം വന്നതോടുകൂടിയാണ് ഇത് പുറം ലോകത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി പറഞ്ഞാൽ ഇതിനൊന്നും വെച്ച് പൊറപ്പിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നത്. മാത്രമല്ല TI മധുസൂദനൻ, ഈ പരാതി ആരോപണ വിധേയനായ TI മധുസൂദനൻ MLA ഇത്തവണ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങും എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ ഈ MLA-ക്കെതിരെ പ്രതിഷേധം ഉയർത്തിയ BJP പ്രവർത്തകരെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ കയ്യൂക്കുകൊണ്ട് നേരിടാനുള്ളൊരു ശ്രമമാണ് CPM നടത്തിയത്. അവിടെ പ്രകടനം നടത്തിയ ആൾക്കാരെ വളരെ വലിയ തോതിൽ മർദ്ദിക്കുകയും ചെയ്യുന്നൊരു ദൃശ്യങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 25 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പയ്യന്നൂർ നഗരസഭയുടെ ചെയർമാനും CPM-ന്റെ ഏരിയ സെക്രട്ടറി P സന്തോഷ് അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ എന്ത് മറുപടി പറയേണ്ടിയിരിക്കുന്നു എന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. പയ്യന്നൂർ നഗരസഭാ ചെയർമാനായ സരിൻ ശശി, ഏരിയ സെക്രട്ടറി P സന്തോഷ് കുമാർ എന്നിവരുൾപ്പെടെ 25 CPM പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 18 CPM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഗൗതം, എന്തായാലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള കമൻസ് കൂടി നമുക്ക് വരുന്നുണ്ട്. ഗൗതം, RC ഡെവൽ എന്ന ഐഡിയിൽ നിന്ന് ഉള്ള കമൻറ്റാണ്. പാർട്ടി ഫണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റും, കേരളത്തിൽ BJP-ക്ക് ഇത്തരത്തിൽ പറ്റുമോ എന്നൊക്കെ പരിഹസിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ മുരളീധരൻ P എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, പാർട്ടി ചെലവിന് കാശ് തികയില്ല എങ്കിൽ ഏതെങ്കിലും സഖാക്കളെ രക്തസാക്ഷികളാക്കരുത്, അവർക്ക് വേണ്ടി പണം പിരിച്ച് സ്വന്തം പോക്കറ്റിൽ ആക്കുക, ലാൽ സലാം എന്നൊക്കെ പറഞ്ഞ്, ലാൽ സലാം എന്നും അല്ല കേട്ടോ ഗൗതം, ലാൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിഹാസം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ദിലീപ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഗുരുവായൂരിൽ നിന്ന് 260 വിവാഹങ്ങൾ നടക്കുന്നതിനെ കുറിച്ച്. അങ്ങനെ നമ്മുടെ കമന്റ് ബോക്സും സജീവമാണ് എന്നുള്ളതാണ്.